കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് രസകരമായിട്ടൊക്കെ തോന്നുമെങ്കിൽ പോലും അത് അനുഭവിക്കുന്നവർക്ക് അത്ര രസകരമോ സുഖകരമായിട്ടുള്ള ഒരു അനുഭവമല്ല ഉള്ളത്. ഞാൻ പറഞ്ഞത് തെരുവ് നായ ശല്യത്തെക്കുറിച്ചാണ്. ഈ തെരുവ് നായകൾ നമ്മുടെ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ഓടിച്ചിടുകയും ആക്രമിക്കുകയും ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ അവർക്ക് കടിയേൽക്കുകയും ഹോസ്പിറ്റലാവുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിക്കകത്ത് തന്നെ കറങ്ങിയപ്പോൾ അവിടെയുള്ള നിരവധി ആളുകൾ ഒരു ചെറിയ സർവേ നടത്തിയപ്പോൾ അവിടെയുള്ള നിരവധി ആളുകൾ പോലും എന്നോട് പറഞ്ഞത് ഈ തെരുവ് നായ ശല്യം അതിരൂക്ഷമാണ്, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് നിരവധി ആളുകൾ നമ്മുടെ സർവേ ടീമിനോടൊക്കെ തന്നെ പറഞ്ഞത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള സംഭവം ഇന്നുണ്ടായി. അത് കാണാത്തവർ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാനതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. അതിതാണ് തെരുവുനായ ശല്യത്തിനെതിരെ ഒരു ബോധവൽക്കരണ നാടകം നടത്തി. അതൊരു ഏകാംഗ നാടകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റയാൾ മാത്രമേ അഭിനയിക്കാനുള്ളൂ. അത് അവതരിപ്പിച്ചത് കണ്ണൂർ കണ്ടക്കൈ സ്വദേശിയായിട്ടുള്ള പി രാധാകൃഷ്ണനാണ്. അപ്പോൾ പി രാധാകൃഷ്ണനായിട്ടുള്ള അദ്ദേഹം ഈ നാടകം അവതരിപ്പിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് 7ാമത്തെ വേദിയായിരുന്നു. ഇനി എത്ര വേദികളിൽ അദ്ദേഹത്തിന് ഇത് അവതരിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. കാരണം ചെറിയ ചെറിയ വേദികളാണ്. ഈ വേദി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കേരളോത്സവം നടത്തിയതുപോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അയ്യപ്പ സംഗമം നടത്തിയതുപോലെയുള്ളൊരു വേദിയല്ല. ഒരു വായനശാലയുടെ ഫ്രണ്ടിൽ വെറുതെ ഒരു തിണ്ണയിൽ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ കുറേ ആളുകളും വന്നിരുന്നു. അപ്പോൾ പി രാധാകൃഷ്ണൻ ഉള്ള സമയം കൊണ്ട് കത്തിക്കയറി ഗംഭീരമായി ആ നാടകം അവതരിപ്പിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അപ്പോൾ അദ്ദേഹം 7ാമത്തെ വേദിയായിരുന്നു എന്നാൽ 6 വേദികളിൽ ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൂടി അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ കാലിൽ കടിയേൽക്കുന്ന രംഗമാണ് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടിക്ക് തെരുവ് നായയുടെ കടിയേൽക്കുന്ന ഭാഗം അതിഗംഭീരമായി അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു തെരുവ് നായ അങ്ങോട്ട് കയറി വരികയും ഇദ്ദേഹത്തിൻ്റെ കാലിൽ കടിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കടിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ വീഡിയോ ദൃശ്യം കൃത്യമായി ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് എത്ര ഒറിജിനാലിറ്റിയാണ്, അതിഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നായ പോലും ഈ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്, കഥാപാത്രമായിട്ടാണ് എന്നാണ് ആളുകൾ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ കടിയേൽക്കുകയും ഇദ്ദേഹം പുളയുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ആളുകളൊക്കെ ചിരിച്ച് രസിച്ച് വളരെ സന്തോഷത്തോടിരിക്കുകയായിരുന്നു. നമ്മൾ മലയാളികളല്ലേ, പലപ്പോഴും ചിരിക്കാൻ കിട്ടുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വിട്ടുകളയില്ല. അപ്പോൾ അങ്ങനെ കരയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇത് യഥാർത്ഥത്തിൽ ഒരു നായ വന്ന് ഇദ്ദേഹത്തെ കടിച്ചതാണ് എന്ന് മനസ്സിലാക്കുകയും പിന്നെ നായ ഓടിച്ചു വിടുകയൊക്കെ ചെയ്തു. എന്ന് പറഞ്ഞാൽ തെരുവ് നായകൾക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ നാടകം നടത്തുമ്പോൾ അതിൽ തന്നെ ഒന്ന് അഭിനയിച്ചേക്കാം, ഒന്ന് കുറച്ചുകൂടി ഈ പറഞ്ഞ ഉഷാറായിക്കോട്ടെ, ഒറിജിനൽ ആയിക്കോട്ടെ എന്നൊരു തെരുവ് നായ തന്നെ വിചാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അവതരിപ്പിക്കുമ്പോൾ ആ പാവത്തിന് കടിയേറ്റു. പക്ഷെ അദ്ദേഹം വളരെ കൃത്യമായി അത് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം, ആ നാടകം തീർത്തതിന് ശേഷം അദ്ദേഹം വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് രാധാകൃഷ്ണൻ, കണ്ടക്കൈ സ്വദേശിയായിട്ടുള്ള രാധാകൃഷ്ണൻ നേരെ ഇത് അവതരിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന അവിടെ വിട്ടുപോയതും പിന്നെ ചികിത്സ തേടിയതുമൊക്കെ. ഈ ബിജു കണ്ടക്കൈ എന്നൊക്കെ പറഞ്ഞ ചില ആളുകളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതാണ്ട് ആ പ്രദേശം തന്നെയാണ്. അദ്ദേഹം AKG സെൻറ്ററിൻ്റെ ഓഫീസ് സെക്രട്ടറി ആണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അദ്ദേഹത്തിൻ്റെ ബ്രദർ മറ്റൊരു മന്ത്രിയുടെ ഓഫീസിലുമൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുമൊക്കെ കണ്ടക്കയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു പി രാധാകൃഷ്ണൻ പോലെയുള്ള ആളുകളുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയുള്ള സാധാരണ കണ്ണൂരുള്ള ചെറിയൊരു സ്ഥലത്തെ ആളുകളാണ് ഇത് കേൾക്കാൻ വേണ്ടി ഇരുന്നിരുന്നത്. അപ്പോൾ ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം, ഇത്രമാത്രം രൂക്ഷമായിട്ടുള്ള ഒരു തെരുവ് നായ ശല്യത്തിന് യാതൊരു പ്രതിവിധികളും കേരളത്തിൽ ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടി നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്, ഒരു തമാശയ്ക്കും അപ്പുറം. കാരണം ഇതിൻ്റെ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം, ഒരാൾക്ക് കടിയേൽക്കുന്നത് തമാശയല്ല, ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്, മൊത്തത്തിൽ ഇതിൻ്റെ ഒരു കേൾക്കുമ്പോൾ നമുക്ക് ആർക്കും പെട്ടെന്നൊരു ചിരി വരുന്നൊരു കാര്യമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഈ പാവം പി രാധാകൃഷ്ണൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. അദ്ദേഹത്തിന് നിരവധി സ്റ്റേജുകളിൽ ഇനിയും ഇത് അവതരിപ്പിക്കാൻ കഴിയട്ടെ. പക്ഷേ അവതരിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് രാധാകൃഷ്ണനോട് പറയാനുള്ളത്, ഇത് മുഖ്യമന്ത്രിയുടെ ജില്ലയാണ്, ഈ ബിജു കണ്ടക്കയുടെയൊക്കെ ജില്ലയാണ്, നിരവധി വലിയ പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയക്കാരുള്ള ജില്ലയാണ്. ഏതാണ്ട് കേരളം ഇപ്പോൾ ഭരിക്കുന്നത് കണ്ണൂരാണ്. പക്ഷേ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ മുഖ്യമന്ത്രി ഒന്നും വന്നിട്ട് പോകുമ്പോൾ കുഴപ്പമില്ല. കാരണം അദ്ദേഹത്തിന് അത് കറുത്ത പൊട്ടിയാണ്. അപ്പോൾ കറുത്ത ആളുകളെയും കറുത്ത കൊടിയും ഒക്കെ അദ്ദേഹത്തിന് കാണുന്നത് ചതുർത്ഥി ആയതുകൊണ്ട് ഈ പൊട്ടിയെ പോലീസ് എങ്ങനെയാണെങ്കിലും അടിച്ചു ഓടിക്കും. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്നത് വലിയ സ്റ്റേജുകളും വലിയ ഈ പറയുന്ന പോലെ ഒരു നില പൊക്കത്തിലുള്ള വലിയ പീഠങ്ങളും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമുണ്ടാവില്ല.
പക്ഷെ സാധാരണക്കാരായ ആളുകൾ ഇത്തരത്തിൽ കടിയേൽക്കുകയാണ്, ചെറിയ കുട്ടികൾ കടിയേൽക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാഹനത്തിൽ പോകുന്നവർക്കൊന്നും ബാധിക്കില്ല. വാഹനത്തിൽ പോകുന്ന ചില മോഡലുകളും ചില പ്രശസ്തരായിട്ടുള്ള അവതാരകരും ഒക്കെ തന്നെ പട്ടികളുടെ അവകാശത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്നതൊക്കെ നമുക്ക് കാണാം. പട്ടികൾക്ക് അവകാശമൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും ആ അവകാശങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നവരുടെ പിറകിൽ പോലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ പേപ്പട്ടി വിഷബാധക്കുള്ള വാക്സിൻ വിൽക്കുന്നവരും അതുപോലെയുള്ള കമ്പനികളും ഒക്കെ ഉണ്ടെന്നും ഇത് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും അതുകൊണ്ടാണ് ഈ പറയുന്ന തെരുവ് നായ ശല്യത്തിനെതിരെ ഗവൺമെൻറ് ഒരു അനക്കം പോലും ഉണ്ടാകാത്തത് എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരത്തിൽ നിരവധി കുട്ടികളെയും ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെയും ചെറിയ ഈ പറഞ്ഞ കുട്ടികളെയും ഒക്കെ കടിയേൽക്കുകയും അവരൊക്കെ ഹോസ്പിറ്റലാവുകയൊക്കെ ചെയ്തിട്ടും ഈ കാര്യത്തിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ലോക്കൽ ബോഡീസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളോ ഒക്കെ തന്നെ ഒരുവിധ താല്പര്യവും എടുക്കാത്ത എന്തുകൊണ്ടാണ് എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന വാക്സിനുകൾ വിൽക്കുന്ന കാശ് അവർക്ക് കിട്ടുന്നുണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അത് കേരളത്തിലെ ഈ പറഞ്ഞ പോലെ പ്രഗത്ഭനായിട്ടുള്ള ചില IAS തന്നെ, ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം തന്നെ പ്രസംഗമധ്യേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറയുന്ന കേരളത്തിലെ മെഡിസിൻ എല്ലാം വാങ്ങിക്കൂട്ടുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം പൊതുമേഖലാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് തലപ്പത്തിരുന്ന ആളുകൾ തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന പേവിഷബാധക്കുള്ള വാക്സിനും അതുപോലെ പട്ടി കടിച്ചാലുള്ള വാക്സിനും ഒക്കെ മേടിച്ചു കൂട്ടുന്നതും ചികിത്സിക്കുന്നതും ഒക്കെ തന്നെ ലാഭകരമായ പരിപാടി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ നിർബാധം നടക്കുന്നതെന്നും അവരൊക്കെ സ്പോൺസർ ചെയ്തിട്ടാണ് ഈ ശ്വാന സ്നേഹികളൊക്കെ തന്നെ നേരെ ഈ പറയുന്ന പ്രകടനവുമായി വരുന്നത് എന്നുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല ആളുകളെക്കുറിച്ചും തീർച്ചയായിട്ടും നമുക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് P. രാധാകൃഷ്ണനോടാണ്. രാധാകൃഷ്ണൻ, താങ്കൾ ഈ പറയുന്ന പോലെ ചെറിയ വായനശാലയുടെ ഫ്രണ്ടിലും ബാക്കിയുള്ളതൊക്കെ വെച്ച് ഈ പറയുന്ന പരിപാടി അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ തെരുവ് നായകൾക്ക് പോലും തോന്നും, കാരണം എന്തൊരു പണിയാണ് ഈ ഗവൺമെൻറ് കാണിക്കുന്നത്, ഞങ്ങൾ ഇത്രയൊക്കെ തന്നെ വൃത്തികേട് ഇവിടെ കിടന്ന് കാണിച്ചിട്ട് ഞങ്ങൾക്കെതിരെ ഒരു നടപടിയെടുക്കാനോ ഞങ്ങളെന്തെങ്കിലും ചെയ്യാനോ ഒന്നും തയ്യാറാകുന്നില്ല. എന്നാൽ ഈ P. രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകളൊന്ന് സഹായിച്ചേക്കാം, നാടകത്തിൽ അഭിനയിച്ചെങ്കിലും ഗവൺമെൻറ്റിന് ഒരു ബോധം വരട്ടെ, ബോധവൽക്കരണം നടത്താം എന്ന്, ജനങ്ങളെങ്കിലും ബോധവൽക്കരണം നടത്താം എന്ന് പട്ടിക്ക് തോന്നിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒന്ന്, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും പണവും. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള 45 വണ്ടികളുടെ സുരക്ഷയിലും അതുപോലെ തന്നെ പോലീസ് ജീപ്പിൻ്റെ സുരക്ഷയിലുമൊക്കെ സഞ്ചരിക്കുന്ന ഈ പറയുന്ന പോലെ കറുത്ത തുണി പോലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറുത്ത മാസ്ക് പോലും അഴിപ്പിച്ചു വെക്കുന്ന ആളുകൾക്കൊന്നും ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഒന്നും ഉണ്ടാകുന്നില്ലെന്നും അവരെല്ലാം കാറിലും വലിയ ലോറികളിലും അതുപോലെ തന്നെ ബെൻസിലും ഈ പറഞ്ഞ പോലെ അവരെ വലിയ ബസ്സുകളിലുമൊക്കെ സഞ്ചരിക്കുന്നവരാണെന്നും അവർക്കൊന്നും ഈ തെരുവുകളിലൂടെ നടക്കേണ്ടി വരുന്നില്ല എന്നുള്ളതുമാണ് ഇത്രമാത്രം അലംഭാവത്തോടുകൂടി നമ്മൾ ഈ പരിപാടികൾ കാണുന്നത്, ഈ തെരുവുനായ ശല്യത്തേക്ക് കാണുന്നത്. ഞാൻ കണ്ണൂർ കോർപ്പറേഷനിൽ ഇറങ്ങി നടന്നപ്പോൾ പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഈ പറയുന്ന P. രാധാകൃഷ്ണൻ ഇത്തരത്തിലുള്ള നാടകം അവതരിപ്പിച്ചു നന്നായി. ആ നാടകത്തിൽ ഒരു തെരുവുനായ തന്നെ വന്ന് പങ്കെടുത്തുകൊണ്ട് ഇത് എത്രത്തോളം രൂക്ഷമായ പ്രശ്നമാണ് എന്നുള്ളത് ആളുകളെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. പാവം P. രാധാകൃഷ്ണന് കടിയേറ്റെങ്കിലും. പിന്നെ ഒരു കാര്യം മറന്നു പോകരുത്, പട്ടിയോടുകൂടിയാണത്. കാരണം താങ്കളുടെ നിറം കറുപ്പായതുകൊണ്ട് മറ്റേതെങ്കിലും വലിയ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ചെല്ലരുത്. ചെന്നാൽ അവിടെ വിവരമറിയും. കാരണം വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹങ്ങളുണ്ട് എന്നുള്ളത് മറന്നു കളയരുത്. അതുകൊണ്ട് പട്ടിയോടും എനിക്ക് പറയാനുള്ളത്, ഇനി ബോധവൽക്കരണ ക്ലാസ്സുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രസംഗങ്ങളോ ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പരിപാടികൾക്ക് മാത്രമേ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവൂ. അല്ലാതെ വലിയ പരിപാടികളിലേക്ക് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്. പിന്നെ അവിടെ നിങ്ങൾക്ക് വലിയ രക്ഷയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതും കൂടി ഓർക്കുന്നത് നല്ലതാണ്. മതി അതിനെ തൊട്ടി അതിനെ കടിച്ചിന ഒറിജിനൽ റിയൽ സുനി അടിയുണ്ട്.
കീറിക്കൊന്നല്ലോ എന്റെ പൊന്നു. തുമ്പിയെ പോലെ പാറി പറക്കാൻ വേണ്ടി ഈ വീട്ടുമുറ്റത്ത് നിന്നും ഒരു പൂ പറിക്കാൻ പോയതാ എന്റെ പൊന്നു മോള്. കടിച്ചു കീറിക്കൊന്നല്ലോ.